ഹേ ഗൈസ് പ്രാന്തൻ ബ്രോയി എൻ്റെ കയ്യിൽ ഈ സാധനമാണ് ബോൾട്ടിന്റെ C40 സീരീസിനകത്തെ ഏറ്റവും പുതിയ ഗെയിമിംഗ് TWS ആയിട്ടുള്ള C40 ഗെയിമിങ്. നിങ്ങൾക്ക് കണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാലേ റോബോട്ടിന്റെ തല പോലെ തോന്നുന്നത് ആക്ച്വലി റോബോട്ടിന്റെ തലയാണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അയൺമാൻ ഇൻസ്പയർഡ് ഡിസൈൻ എന്നാണ് അവർ ഇതിനെ പറയുന്നത്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് അല്ല, ഇതൊരു ഫ്രോസ്റ്റഡ് സീത്രോ ആണ്. നിങ്ങൾക്ക് അകം ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഡിസൈൻ വൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു RGB സ്ട്രിപ്പ് ലൈറ്റ് വരുന്നുണ്ട്. സാധാ വരുന്ന ഒരു കളറല്ല, വേറൊരു കളറിലൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക് എൻ്റെ ക്യൂട്ട് സ്പെക്ക് ഒന്ന് നോക്കാം. ഡുവൽ പെയറിംഗ് അവൈലബിൾ ആണ്. അതേപോലെ ബോട്ടിന്റെ ആപ്പ് ഇതിനകത്ത് സപ്പോർട്ടഡ് ആയിരിക്കും. ആ ആപ്പ് വെച്ച് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതായത് ലെഫ്റ്റും റൈറ്റും എല്ലാം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നല്ല കംഫർട്ടായിട്ട് ഇരുന്നോളും, ഇങ്ങനെ ഊരിത്തെറിച്ചൊന്നും പോവില്ല. അതേപോലെ വലുതായിട്ട് പുറത്തുള്ള നോയ്സ് ഒന്നും അകത്തോട്ട് കേൾക്കത്തുമില്ല. നിങ്ങൾ പാട്ട് കേൾക്കുന്ന സമയത്തൊന്നും കേൾക്കില്ല. അല്ലാതെ നിങ്ങളിപ്പോൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൈന്യൂട്ട് ആയിട്ടുള്ള നോയ്സുകൾ നമ്മൾ മൈക്കിൽ കൂടെ ഓപ്പോസിറ്റ് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഗെയിമിംഗ് TWS ആണ്. അപ്പോൾ ഒരു 40 ms ലോ ലാറ്റൻസി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആസ് എ ഗെയിമിംഗ് TWS ഇത് ഭയങ്കര ഇംപ്രസീവ് ആണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഗെയിമിംഗ് TWSന് വേണ്ട സാധനം നമ്മൾ പക്ക ടൈമിംഗ് ആണ്, അത് ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഫയർ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യും. അത് നമ്മൾ ഗെയിം കളിച്ച് തുടങ്ങുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കാനായിട്ട് ഇരുന്നാലേ തോന്നുള്ളൂ, അല്ലെങ്കിൽ യാതൊരുവിധ ലാഗും തോന്നുന്നില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 60 മണിക്കൂറിന്റെ പ്ലേ ടൈം കിട്ടും. അതേപോലെ ജസ്റ്റ് 10 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ തന്നെ 1.5 മണിക്കൂറിന്റെ പ്ലേ ടൈമും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 10 മിനിറ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂറിന്റെ പ്ലേ ടൈമിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ കണക്ടിവിറ്റി വരുന്നത് 5.4 ആണ്. നല്ല ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. ഈവൻ ഡ്യുവൽ പെയറിംഗ് ആണെങ്കിൽ പോലും നല്ല ഫാസ്റ്റ് ആയിട്ട് കണക്ട് ആവുന്നുണ്ട്. എനിവേ എനിക്ക് ഇതിന്റെ ലൈറ്റും ഡിസൈനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഗെയിമിംഗ് TWS നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. ഒരു കാര്യം പറയാൻ പറ്റുപോയി, സൗണ്ട് ക്വാളിറ്റി വേറെ ലെവൽ ഇംപ്രസീവ് ഒന്നും പറയാനില്ല. സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ്, ഇഷ്ടപ്പെടും. ഗെയിം കളിക്കാൻ വേറെ ലെവൽ സാധനമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു സൗണ്ട് ക്വാളിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പാട്ടും കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ കയറി മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ലോഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ പ്രൈസ് നല്ലപോലെ കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് TWS ആണ്. അപ്പോൾ മേടിക്കേണ്ടവർക്ക് കയറി മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ടെക് വീഡിയോസ് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഓക്കെ, ബൈ.